പള്ളിക്കുറുപ്പ് ശബരി വിദ്യാലയത്തിലെ പാഥയം ചാരിറ്റി കൂട്ടായ്മ ഇരട്ട സഹോദരന്മാർക്ക് സ്നേഹഭവനമൊരുക്കി. പള്ളിക്കുറുപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ചാരിറ്റി ഗ്രൂപ്പായ പാഥയം ടീമിന്റെ നേതൃത്വത്തിൽ നിർധനരായ ഇരട്ട സഹോദരങ്ങൾക്ക് സ്നേഹക്കൂടൊരുക്കി സ്കൂൾ സമൂഹത്തിന് മാതൃകയായി. പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠൻ, ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ P ശശികുമാറിന്റെ സാന്നിധ്യത്തിൽ വീടിന്റെ താക്കോൽ കൈമാറി. ആദരവും ബഹുമാനവും സമയത്ത് പ്രകടിപ്പിക്കാൻ കഴിയണം. അവരെ കാണുമ്പോൾ അവരുടെ കഷ്ടപ്പാടും യാതനയും മനസ്സിലാക്കാനുള്ള ആർദ്രതയുള്ള മനസ്സ് വേണം. എല്ലാവർക്കും ഉണ്ടാവും. ആർദ്രതയുള്ള മനസ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കരുണയോടുകൂടി കാണാൻ കഴിയും, സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥ മനുഷ്യർ. നമ്മുടെ രാഷ്ട്രപിതാവ് പുതിയ വിദ്യാർത്ഥി ലോകത്തോട് സംബന്ധിച്ചപ്പോൾ പറഞ്ഞത്, മക്കളെ എല്ലാവരും മനുഷ്യരാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷ സംസാരിക്കുന്ന വിവിധ നിറങ്ങളുള്ളവരെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യഗണത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ എല്ലാവരും മനുഷ്യത്വമുള്ള മനുഷ്യന്മാരാണെന്നില്ല. എങ്ങനെയാ മനുഷ്യത്വമുള്ള മനുഷ്യനാകുക? മനുഷ്യന് വേണ്ട ഗുണങ്ങൾ നിലനിർത്താൻ ജീവിതാവസാനം വരെ കഴിയുന്നവരാണ് യഥാർത്ഥ മനുഷ്യത്വമുള്ള ആളാണ്. ചിലപ്പോൾ മൃഗത്തിന്റെ സ്വഭാവം, ഒരു മൃഗീയ സ്വഭാവമുള്ളാവാം എന്ന് പലരെ പറ്റി നമ്മൾ ആശ്രയിക്കും. എന്താ കാരണം? മനുഷ്യനുള്ള നന്മ നഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയാണ് മൃഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ മൃഗത്തിന്റെ സ്വഭാവം ആരും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും എങ്ങനെ വേണം? കരുണയുള്ള, ആർദ്രതയുള്ള, സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള, സൗഹാർദ്ദമുള്ള, ബഹുമാനമുള്ള ആളുകളായി നമ്മളൊക്കെ മാറണം. അതിനാണ് വിദ്യാഭ്യാസം. വെറും പഠിക്കുന്ന പുസ്തകങ്ങളും പരീക്ഷ എഴുതിക്കുന്ന മാർക്കും റാങ്കും ഫുൾ A+ അല്ല. നമ്മുടെ ജീവിതത്തിൽ സമൂഹ പരിചയമാണ്, സമൂഹത്തിനുള്ള ഉത്തരവാദിത്തമാണ്. ആ സാമൂഹിക പ്രതിബദ്ധതയുള്ള വലിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനാണ് ശബരി ട്രസ്റ്റ് ഇതുപോലുള്ള പാഥയം പോലുള്ള ട്രസ്റ്റും അതുപോലുള്ള പരിപാടികൾ നടത്തുന്നത്. തീർച്ചയായിട്ടും മറ്റെല്ലാ വിദ്യാലയങ്ങൾക്കും മാതൃകാപരമായി ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും വലിയൊരു കൂട്ടായ്മയുണ്ട്. അതിനുള്ള മാനേജ്മെന്റും കൂടെ എല്ലാ സഹായമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനാണ് പുരോഗതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശബരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന പങ്ക് വളരെ മാതൃകാപരമാണ്, സമൂഹത്തിന് വളരെ പ്രയോജനമാണ്. ഇനിയും ആ രീതിയിൽ തന്നെ വിജയകരമായി മുന്നോട്ട് പോകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഇതിന്റെ പിന്നിൽ ഒരുപാട് പൈസകളുണ്ട്. ഓരോ നാണയത്തുട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കൂരയില്ലാത്ത, സുരക്ഷിതമായ വീടില്ലാത്ത നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വീട് പണിത് കൊടുക്കാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് കഴിയില്ല. പക്ഷെ ഇത്രയും പേര് കൂടി ചേർന്നാൽ നല്ല മനോഹരമായ ഒരു വീട് പണിയാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു ഇച്ഛാശക്തി ഓരോ വ്യക്തികളിലും വിദ്യാർത്ഥികളിലും ഉണ്ടാക്കാൻ ഈ ഒരു പദ്ധതി പ്രവർത്തിച്ചു. അതുകൊണ്ട് അവർക്ക് ഈ വീട്ടിൽ സുരക്ഷിതമായി അവർക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ച മക്കൾക്കും എല്ലാവർക്കും ആ ദൈവാനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി കൂടി എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഇവിടെ നമ്മുടെ ഹെഡ്മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത്രയും നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഒരാവശ്യമോ അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ആഗ്രഹമോ നിറവേറ്റാൻ ഒരു ജനപ്രതിക്ക് ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ശബരി ട്രസ്റ്റിന്റെ ഒരു സംഗമത്തിന് നാട്ടുകാർ, PTA അംഗങ്ങൾ, വിരമിച്ച അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതോടൊപ്പം പ്രതിഭാധനരായ വിദ്യാർത്ഥികളുടെ ഉന്നതിക്കായുള്ള ഫ്ലെയിംസ് പദ്ധതിയുടെ ഉദ്ഘാടനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ P ശശികുമാർ നിർവഹിച്ചു. എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് ആദ്യമായിട്ട് ആശംസിക്കുന്നു. പിന്നെ പാതയം പറഞ്ഞ ഒരു വർഷം ഏപ്രിലിൽ തുടങ്ങിയതല്ല, പക്ഷെ ഏപ്രിലാണ് എന്നെ മാഷ് വിളിച്ചത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. 2 കുട്ടികൾക്ക് താമസിക്കാനുള്ള വീടായി. അതിൽ പങ്കെടുത്ത, അതിനുവേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാനാണ്. കാരണം മാഷ് പറഞ്ഞ 6,70,000 രൂപ ചെലവായി എന്ന് പറഞ്ഞു. ഒരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. എനിക്ക് ഒരു ആഗ്രഹം ആദ്യമായിട്ട് പറയുകയാണ്, ഈ പാഥയം എന്ന പ്രവൃത്തി അല്ലെങ്കിൽ കൂട്ടായ്മ ഈ സ്കൂൾ, പള്ളിക്കുറുപ്പ് സ്കൂൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം 2024 പാതയം കൂട്ടായ്മയുടെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. പക്ഷെ 25-നും അതുപോലെ തന്നെ ഒരു വളരെ
കുട്ടിക്ക് അല്ലെങ്കിൽ കഴിവില്ലാത്തൊരു കുട്ടിക്ക് ഒരു വീട് 2025 ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ നേരത്തെ മാഷോട് പറയുകയും ചെയ്തു, തീർച്ചയായും നടത്താൻ സാധിക്കും. Nothing is impossible in the life. If there is a will, there is a way. ഞാൻ സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിങ്ങൾ നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ കലാപരിപോഷണ പദ്ധതിയായ സർഗം ആർട്സ് അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം MPTA പ്രസിഡന്റും കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KP ജസീറ നടത്തി. വീടിന്റെ കരാറുകാരൻ ശ്രീ ഗണേശനെ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റി P ശ്രീകുമാറും പ്രിൻസിപ്പൽ A ബിജുവും ചേർന്ന് ആദരിച്ചു. PTA പ്രസിഡന്റ് നുസ്രിദ്ദീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാന അധ്യാപകൻ K രാമകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ A ബിജു, അക്കാദമിക് കോർഡിനേറ്റർ K ബാലചന്ദ്രൻ, കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് മെമ്പർ റിയാസ് നാലകത്ത്, വാർഡ് മെമ്പർമാരായ ജയകൃഷ്ണൻ, പ്രിയ നാരായണൻകുട്ടി, പാഥയം കൺവീനർ വിദ്യാ P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുറുപ്പിൽ നിന്ന് എല്ലാ വർഷവും നമ്മൾ വെക്കേഷൻ കാലത്ത് നമ്മുടെ മൊത്തം കുട്ടികളുടെ വീടുകളിലേക്ക് എത്താറുണ്ട്. അങ്ങനെ വീട് സന്ദർശനത്തിലാണ് നമ്മളുടെ കുട്ടികളുടെ മാത്രമല്ല ചുറ്റുപാടുമുള്ള ആളുകളുടെയും ബുദ്ധിമുട്ടുകളും ദുരവസ്ഥകളും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായത്. അതിൽ നിന്നാണ് ശബരി ചാരിറ്റി ഗ്രൂപ്പ് എന്നൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷം ആദ്യം തന്നെ വീടുകളിൽ വിസിറ്റ് ചെയ്തതിന്റെ ആധാരത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാതെ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു ഇരട്ട സഹോദരങ്ങൾക്ക് വീട് ഉണ്ടാക്കി നൽകാൻ തീരുമാനിച്ചു. അതിനായി സ്നേഹക്കൂട് എന്നൊരു പദ്ധതി രൂപീകരിച്ചു. അതിന്റെ നിർമ്മാണം ശേഷമുള്ള ഉദ്ഘാടന ദിവസമാണിന്ന്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ദിവസം. നമ്മളുടെ ബഹുമാനപ്പെട്ട MP ശ്രീകണ്ഠൻ സാറും ഞങ്ങളുടെ ചെയർമാൻ ശശികുമാർ സാറുമാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇതുകൂടാതെ ഞങ്ങളുടെ പാതയം ചാരിറ്റി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വൃദ്ധസദനങ്ങൾ മുണ്ടൂരുള്ള ശാന്താൾ വൃദ്ധസദനം സന്ദർശിച്ചു. അതുകൂടാതെ ആകാശപ്പറവ, ഫെയ്ത്ത് ഇന്ത്യ സ്കൂള്, അതുപോലെ തന്നെ ഹെലൻ കെല്ലർ ബ്ലൈൻഡ് സ്കൂൾ എന്നിവിടങ്ങളെല്ലാം സന്ദർശിച്ചു. ഞങ്ങളുടെ 100-ലേറെ വരുന്ന കുട്ടികളുടെ കൂട്ടായ്മയാണ് ഈ സന്ദർശനങ്ങൾക്കെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുന്നതും. സന്ദർശിക്കുക മാത്രമല്ല, ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ, അത് ഏത് തരത്തിലാണെങ്കിലും സർവീസ് ആയിട്ടാണെങ്കിലും അല്ല, ഞങ്ങളുടെ കുട്ടികൾ കളക്ട് ചെയ്ത അത്യാവശ്യ സാധനങ്ങളായിട്ടുമുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇതിന്റെ ഒരു യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നാട് മുഴുവൻ എത്തണമെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, പുസ്തകത്തിലെ വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്ക് സ്നേഹം, അതുപോലെ തന്നെ അനുകമ്പ, ദയ, ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ തീർച്ചയായും പുസ്തകത്തിനപ്പുറത്ത് ലോകം അവരെ കാണിച്ചു കൊടുക്കണം. ലോകത്തുണ്ടാവുന്ന കാര്യങ്ങൾ സമൂഹത്തിന്റെ നേർക്കാഴ്ച അവർക്ക് നൽകാനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മയിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ മൊത്തം സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യമായാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ പാതയം യൂട്യൂബ് ചാനൽ കാണും എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനുവരി തുടക്കത്തിൽ ഞങ്ങൾ ആവിഷ്കരിച്ച പ്രവർത്തനമാണ് ഈ പഞ്ചായത്തിലുള്ള കിടപ്പ് രോഗികളെ ഒരിക്കൽ ഞങ്ങൾ സന്ദർശിച്ച് അത്യാവശ്യ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു. ഇനി വീടിനുള്ളിൽ മാത്രം അടച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന അവരെ ഒരു യാത്ര കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ഒരു പദ്ധതി. മാത്രമല്ല, ഒരു മെഡിക്കൽ ക്യാമ്പ്, ഞങ്ങളുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാരെ ഉപയോഗിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു രക്തദാന ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ കുട്ടികളെ ഓങ്കോളജി വാർഡ്, കോഴിക്കോട് ഓങ്കോളജി വാർഡ് കൊണ്ടുപോയി സന്ദർശിപ്പിക്കാനും ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ പാഥേയത്തിന്റെ യാത്ര ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടെ മക്കളെ നല്ലൊരു സമൂഹമായി മാറ്റിയെടുക്കും. സമൂഹത്തിനെ നന്മ ചെയ്യുന്നവരാക്കാനും പറ്റുന്ന രീതിയിൽ അവരെ ഞങ്ങൾ മാറ്റിയെടുക്കും ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. താങ്ക് യു.